Okay. Now you can mark your attendance. All of you please mark your attendance. In last class we discussed about Roman numerals and rules for writing Roman numerals. The first rule is we can repeat a numeral, Roman numeral up to 3 times. We have 7 Roman numerals and we can repeat one Roman numeral up to 3 times. Here repetition means addition. Okay, take page number 102. And in these 7 numerals, I, X, C and M can only be repeated. In these 7 numerals, which ones can be repeated? I, X, C and M. Okay. Then second rule, a smaller numeral written to the right of a numeral of greater value means addition. The second rule also explains that a smaller numeral, a smaller Roman numeral, when it is written on the right side of a greater value numeral, ഒരു ചെറിയ വാല്യൂ ഉള്ള ഒരു റോമൻ ന്യൂമറൽ വലിയ വാല്യൂ ഉള്ള റോമൻ ന്യൂമറലിന്റെ റൈറ്റ് സൈഡിൽ എഴുതുകയാണെങ്കിൽ അതിന്റെ വാല്യൂസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. You can see some examples there. VII. VII. എന്താ ഷഹ്മ കെ? മിസ് മിസ് ഇപ്പൊ കൂടി പറയാ. എന്തോ? ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഫസ്റ്റ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത് എന്താ? മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മക്കളെ. റോമൻ ന്യൂമറൽസ് കുറച്ച് ടഫാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് റൂൾ, നമ്മുടെ 7 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ നമുക്ക് റോമൻ ന്യൂമറൽസിൽ. ആ 7 ലെറ്റേഴ്സിൽ 4 എണ്ണം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. അതായത് നമുക്ക് നമ്മുടെ ഹിന്ദു അറബിക് ന്യൂമറൽസ് നമുക്ക് 10 ഡിജിറ്റ്സ് ഉണ്ട്. 0 to 9, 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ 10 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ 10 മുതൽ അങ്ങോട്ട് വരുന്ന 10, 11, 12, 13, 14 അങ്ങനെ വരുന്ന എല്ലാ നമ്പേഴ്സും നമ്മൾ ഉണ്ടാക്കുന്നത്. റൈറ്റ്? ബട്ട് ഇൻ ഹിന്ദു അറബിക് ന്യൂമറൽസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പേഴ്സിൽ നമുക്ക് ലിമിറ്റേഷൻ ഇല്ല. ഒരു ഡിജിറ്റ് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഇപ്പൊ 1 എന്ന് പറയുന്ന നമ്പർ 1 1 1 എന്ന് എഴുതിയാൽ 11 ആയി. 1 1 1 എന്ന് എഴുതിയാൽ 111. 1 1 1 1 എന്ന് എഴുതിയാൽ എന്തായി? 1111. അങ്ങനെ നമുക്ക് ഒരു ഡിജിറ്റ് തന്നെ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം അല്ലേ? ബട്ട് ഇൻ റോമൻ ന്യൂമറൽസ് we can repeat one numeral up to 3 times only. ഇവിടെ റോമൻ ന്യൂമറൽസിൽ ഒരു ന്യൂമറൽ നമുക്ക് 3 ടൈംസ് മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 4 ടൈംസ് എഴുതാൻ പറ്റില്ല. അവിടെയും കണ്ടീഷൻ ഉണ്ട്. ഏതൊക്കെ ന്യൂമറൽസ് നമുക്ക് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നേ? I, X, C and M. I, X, C and M. ഈ 4 എണ്ണം മാത്രമേ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന 3 എണ്ണം ഏതൊക്കെ? V, L and D. These numerals cannot be repeated. ഈ 3 ന്യൂമറൽസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. This is the first rule for writing Roman numeral.
Okay. Then second one, when a smaller numeral written on the right side of a greater numeral. ഒരു വലിയ വാല്യൂ ഉള്ള ന്യൂമറലിന്റെ റൈറ്റ് സൈഡ് മീൻസ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ഏതാണോ അതായിരിക്കും നമ്പറിന്റെ റൈറ്റ് സൈഡ്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഏതാണോ അതായിരിക്കും നമ്പറിന്റെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ഒരു വലിയ വാല്യൂ ഉള്ള ന്യൂമറലിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ചെറിയ വാല്യൂ ഉള്ള ന്യൂമറൽ എഴുതുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് that values can be added. ആ രണ്ട് വാല്യൂസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്തിട്ടാണ് ഒറ്റ നമ്പർ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ VII. Look at your textbook, page number 102. You can see some examples there. VII. Here V means 5, I means 1. VII means 5 plus 1 plus 1. It is 7. Then XXV. X means 10. XX means 10 plus 10, 20. XXV. V means 5. Then 10 plus 5. It is 25. Then third one, LXX. L means 50. 50. X means 10. LX means 50 plus 10, 60. Then again once more, X 50 plus 10 plus 10, 70. Okay. Then CXX. C means 100. Right? C means 100. CXX means 100 plus 10 plus 10, 120. ഇപ്പൊ സെക്കൻഡ് റൂൾ മനസ്സിലായല്ലോ? Then third one, a smaller numeral written to the left of a numeral of greater value means subtraction from the numeral placed after it. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ കാവ്യ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഒരു വലിയ വാല്യൂ ഉള്ള ന്യൂമറലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ചെറിയ വാല്യൂ ഉള്ള ന്യൂമറൽ എഴുതുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ അഡീഷൻ ആയിരുന്നു, ജസ്റ്റ് ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പോൾ ഇറ്റ് മീൻസ് സബ്ട്രാക്ഷൻ. ഓക്കെ. ഗ്രേറ്റർ വാല്യൂ ഉള്ള ന്യൂമറലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സ്മോളർ വാല്യൂ ഉള്ള ന്യൂമറൽ എഴുതുന്നതെങ്കിൽ the value is subtracted. The value of smaller numeral is subtracted from the value of greater numeral. Here you can see some examples in page number 103. IV. The Roman letter IV. IV എന്ന് പറയുമ്പോൾ V ന്റെ വാല്യൂ 5 ആണെന്ന് നമുക്കറിയാം, I ന്റെ വാല്യൂ 1 ആണെന്ന് പറയും. Here I is written on the left side of V. Okay. I is written on the left side of V. Here the value of V is 5, value of I is 1. And 5 minus 1, it is 4. നമ്മൾ ചെറിയ വാല്യൂ ഉള്ളത് ലെഫ്റ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ എന്തായിരിക്കും? അതിന്റെ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ. Then next example, IX. X in the value 10. The value of I is 1. 10 minus 1, 9. Then XL. XL. X in the value 10, L in the value 50. 50 minus 10, it is 40. Okay. Then XC. XC. And the XC. C in the value 100. X in the value 10. For 100 minus 10, 90.
Okay, this is the third rule. Next, fourth rule. One more rule is there. It is some difficult. ശരിക്കും ശ്രദ്ധിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. എന്താ സാന? ഞാൻ കേറാൻ വൈകിപ്പോയി. എത്ര പേജ് നമ്പർ? പേജ് നമ്പർ 103. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റോമൻ ന്യൂമറൽസിന്റെ 3 റൂൾസ് മാത്രമേ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഫോർത്ത് റൂൾ, listen carefully. Fourth rule, when a smaller numeral is placed between two numerals of greater value, it is subtracted from the numeral placed after it. അല്ലത് മനസ്സിലായോ? I will read it once more. Text തന്നെ നോക്കണേ ഞാൻ വായിക്കുമ്പോ. When a smaller numeral is placed between two numerals of greater value, it is subtracted from the numeral placed after it. അതായത് നമ്മള് ഒരു ചെറിയ വാല്യൂ ഉള്ള ന്യൂമറൽ വലിയ വാല്യൂ ഉള്ള രണ്ട് ന്യൂമറൽസിന്റെ ഇടയിലായിട്ടാണ് എഴുതുന്നതെങ്കിൽ ആ ചെറിയ വാല്യൂ നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ആ ചെറിയ വാല്യൂ ഉള്ള ന്യൂമറൽ കഴിഞ്ഞിട്ട് വരുന്ന ന്യൂമറൽ ഏതാണോ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ലിസൺ ദി എക്സാമ്പിൾ. xix. Listen here. X, I, X. Here, the value of X is 10. Here, the value of I is 1. Then here, the value of X is 10. ഇവിടെ നിങ്ങൾക്കറിയാം ഈ I എന്ന് പറയുന്ന ന്യൂമറൽ, I എന്ന് പറയുന്ന ന്യൂമറലിന്റെ വാല്യൂ 1 ആണ്. എക്സിന്റെ വാല്യൂ, രണ്ട് എക്സിന്റെ വാല്യൂ 10 ആണ്. ആ രണ്ട് 10ന്റെ ഇടയിലാണ് ഈ ഒരു I ഇരിക്കുന്നത് അല്ലെ? വേണമെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ പറയാം? X 10 plus 1 11 plus 10 11 plus 10 21. ഇങ്ങനെയാണ് സാധാരണ റൂൾ അറിയാത്ത ഒരാള് ഈ ഒരു വാല്യൂ, ഈ ഒരു റോമൻ ന്യൂമറൽ വായിക്കുക. ബട്ട് ഇറ്റ് ഈസ് റോങ്. ഇത് തെറ്റാണ്. ഒരിക്കലും നമ്മളെ ഇതുപോലെ രണ്ട് ഗ്രേറ്റർ വാല്യൂ ഉള്ള ന്യൂമറലിന്റെ ഇടയിൽ സ്മോളർ വാല്യൂ വരികയാണെങ്കിൽ we should never add it. നമ്മൾ ഒരിക്കലും അത് ഡയറക്റ്റ് ആഡ് ചെയ്യരുത്. There is a rule. That means എന്തായിരിക്കും ആ റൂൾ? ആദ്യത്തെ റോമൻ ന്യൂമറൽ അതുപോലെ തന്നെ എഴുതുക. ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, പിന്നെ വരുന്നത് സ്മോളർ വാല്യൂ ഉള്ള ഒരു ന്യൂമറൽ ആണ്. ആ സ്മോളർ വാല്യൂ ഉള്ള ന്യൂമറലിന്റെ വാല്യൂ തൊട്ടടുത്ത് വരുന്ന ന്യൂമറലിന്റെ വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇത്രയും ഭാഗം ഒരുമിച്ച് കൺസിഡർ ചെയ്യാം. ഇത്രയും ഭാഗം ഒരുമിച്ച് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ ഈ ന്യൂമറലിനോട് രണ്ടാമത്തെ പോർഷൻ ആഡ് ചെയ്യാം. എന്ത് ചെയ്യാം? ആദ്യത്തെ എക്സിന്റെ വാല്യൂ ആയ 10നോട് രണ്ടാമത്തെ ഈ ഒറ്റൊരു പോർഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന്റെ വാല്യൂ ആഡ് ചെയ്യുക. അതിന്റെ വാല്യൂ ആഡ് ചെയ്യാന്ന് പറയുമ്പോ ഇവിടെ എത്രയാ വരുന്നേ? ഈ വലിയ ന്യൂമറലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ചെറിയ ന്യൂമറൽ വരുന്നത്. ദാറ്റ് മീൻസ് the value of x 10 minus the value of I 1. 10 minus 1. That means 10 plus 9 equal to
19. So xix will be 19. Okay? അത് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സെക്കൻഡ് വൺ, LIX. LIX. ഇവിടെ നോക്കിയേ, L ഉണ്ട്, I ഉണ്ട്, X ഉണ്ട് അല്ലെ? L ന്റെ വാല്യൂ 50, I യുടെ വാല്യൂ 1, X ന്റെ വാല്യൂ 10. അപ്പോ ഇവിടെ ഏറ്റവും സ്മോളർ വാല്യൂ വരുന്നത് I നാണ് അല്ലെ? I അല്ല ഏറ്റവും ചെറുത് വരുന്നേ. I കഴിഞ്ഞിട്ട് X വരുന്നുണ്ട്. അപ്പോ ആ I-നെയും X-നെയും നമുക്ക് ഒരു ഗ്രൂപ്പായി കൺസിഡർ ചെയ്യാം. ഒറ്റൊരു ഡിജിറ്റ് ആയിട്ട്, ഒറ്റൊരു നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ വാല്യൂ ഒരു വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. Then L ന്റെ വാല്യൂ എത്രയാ? 50 അല്ലെ? ഈ 50 എന്ന് പറയുന്ന വാല്യൂവിനോട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഈ ഒരു I-ന്റെ X-ന്റെയും IX ന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. IX എന്ന് പറയുമ്പോ 10 minus 1 അല്ലെ? IX നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്രേറ്റർ വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലാണ് സ്മോളർ വാല്യൂ വരുന്നതെങ്കിൽ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. Here 10 minus 1. So 50 plus 9 equal to 59. Okay? മനസ്സിലായോ? ടെക്സ്റ്റിൽ അടുത്ത എക്സാമ്പിൾ നോക്കിയേ, പേജ് നമ്പർ 103. XXIV. XXIV. XX means 210. 10 plus 10, 20. IV means 5 minus 1, 4. Then 20 plus 4, 24. Next one, CXIV. CXIV. C means 100. X means 10. C യുടെ റൈറ്റ് സൈഡിൽ X വരുന്നു. So we add 110. Then IV. IV means 5 minus 1, 4. So 100 plus 10 plus 4, 114. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, കുഴപ്പമില്ല. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. നെക്സ്റ്റ് തേർഡ് വൺ, XXIX. അപ്പൊ നമ്മള് സ്മോളർ വാല്യൂ, ചെറിയ വാല്യൂ ഉള്ള ന്യൂമറൽ വരുന്നത് വരെ ഉള്ള വാല്യൂസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ? സ്മോളർ വാല്യൂ വരുന്നത് വരെ നമ്മൾ ബാക്കിയെല്ലാം ആഡ് ചെയ്യാം. ഇവിടെ XXIX, X plus X, അതായത് 10 plus 10, 20. പിന്നെ വരുന്നത് IX. IX എന്ന് പറയുമ്പോൾ 10 minus 1, 9. 20 plus 9, 29. Last one, CCXXIX. വലിയ നമ്പർ അല്ലേ? CCXXIX. അതെങ്ങനെ വരാം? C100. Next C100. 100 plus 100, 200. Then X10. 200 plus 10, 210. Again X. 210 plus 10, 220. Next വരുന്നത് IX. I ആണ് വരുന്നത്. അപ്പൊ I എന്ത് ചെയ്യണം? തൊട്ടടുത്ത് വരുന്ന X ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 10 minus 1, 9. 220 plus 9, 229. മനസ്സിലായോ? മനസ്സിലായോ? 4 റൂൾസ് മനസ്സിലായോ? നമ്പേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. Then for subtraction
in addition to rules 3 and 4, there are a few more conditions. നമ്മൾ റൂൾ 3-ലും 4-ലും ആണ് നമ്മൾ സബ്ട്രാക്ഷൻ പറയുന്നത് അല്ലേ? ലെഫ്റ്റ് സൈഡിൽ സ്മോളർ വാല്യൂ എഴുതുന്ന സബ്ട്രാക്ഷന്റെ കേസ് പറയുന്നത് റൂൾ 3-ലും റൂൾ 4-ലും ആണ്. എന്നാൽ അത് കൂടാതെ കുറച്ച് കണ്ടീഷൻസ് കൂടിയുണ്ട്. There are 4 conditions. I can only be subtracted from V and X. എന്താ ജൂലിയറ്റ്? മിസ് പറഞ്ഞ ചില സമയത്ത് കട്ടായിട്ടാ കേൾക്കുന്നേ. മോളെ അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ ഫസ്റ്റ് റൂൾ എന്താ? I can only be subtracted from V and X. നമുക്ക് എല്ലാ സ്മോളർ വാല്യൂവും എല്ലാ ഗ്രേറ്റർ വാല്യൂന്നും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. I എന്ന് പറയുന്ന ലെറ്റർ I can only be subtracted from V and X. വിയിൽ നിന്നും, അതായത് 5-ൽ നിന്നും 10-ൽ നിന്നും മാത്രമേ I സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. L-ൽ നിന്ന്, L-ന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് I എഴുതാൻ പറ്റില്ല. അതായത് IL എന്ന് പറയുന്ന ഒരു നമ്പർ ഇല്ല. ഓക്കെ, 49-ന് നമ്മൾ IL എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ എഴുതില്ല. Then next condition, X can only be subtracted from L and C. X can only be subtracted from L and C. X ന്റെ വാല്യൂ 10. 10 എന്ന് പറയുന്ന റോമൻ ന്യൂമറൽ, X എന്ന് പറയുന്ന റോമൻ ന്യൂമറൽ നമുക്ക് ഇതിന്ന് മാത്രമേ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ? L-ൽ നിന്നും C-ൽ നിന്നും, അതായത് 50-ൽ നിന്നും 100-ൽ നിന്നും. That means 500-ൽ നിന്നും 1000-ൽ നിന്നും D-ൽ നിന്നും M-ൽ നിന്നും നമുക്ക് X സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ റൂൾസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കണേ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പഠിക്കാൻ, എന്നാലും കഷ്ടപ്പെട്ടായാലും ഈ റൂൾസ് മനസ്സിലാക്കി പഠിക്കാം. I എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ടേബിൾ കണ്ടോ? ഫസ്റ്റത്തെ റോമൻ ന്യൂമറൽസും വാല്യൂ കൊടുത്തിട്ടുള്ള ടേബിൾ ഇല്ലേ? ആ ടേബിളിൽ നോക്കിയാല് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. I എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ, അത് തൊട്ടടുത്ത 2 ലെറ്റേഴ്സ് മാത്രമേ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. I എന്ന് പറയുന്നത് വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് X ആണ്. വി സബ്ട്രാക്ട്, വി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതാൻ പറ്റില്ല. X എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്ന 2 ലെറ്റേഴ്സ് L-ൽ നിന്നും C-ൽ നിന്നും മാത്രമേ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് C ആണ്. L നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ C സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് D-ൽ നിന്നും M-ൽ നിന്നും. അപ്പൊ അതിൽ ഒരു റൗണ്ട് ഇട്ട് വെച്ചാൽ മതി. ആ ഒരു ടേബിൾ അല്ലേ, അതില് ഐക്ക് ഒരു റൗണ്ട് ഇട്ട് വെക്കുക, എക്സിന് റൗണ്ട് ഇട്ട് വെക്കുക, സിക്കും റൗണ്ട് ഇട്ട് വെക്കുക. ഓക്കെ, I എന്ന് പറയുന്നത് വിയിൽ നിന്നും, I എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് തൊട്ടടുത്ത് വരുന്ന 2 ന്യൂമറൽസിൽ നിന്ന്. എന്താ ജിസൽ? മിസ് പറയുന്ന ആൾക്കാർക്ക് സ്റ്റെക്കായ കേൾക്കുന്നത്. അവന്റെ റേഞ്ചിന്റെ കുഴപ്പമായിരിക്കും കേട്ടോ. ഒന്നും കൂടി യൂട്യൂബ് ക്ലാസ് കണ്ടു നോക്കേ. പിന്നെ അടുത്തത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് L-ൽ നിന്നും C-ൽ നിന്നും. പിന്നെ വരുന്നത് സി ആണ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ന്യൂമറൽ. അത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നിന്നൊക്കെയാ? തൊട്ടടുത്ത് വരുന്ന 2 എണ്ണത്തിൽ നിന്നും, D-ൽ നിന്നും M-ൽ നിന്നും. ഇതാണ് അഡീഷണൽ ആയിട്ട് വരുന്ന സബ്ട്രാക്ഷന്റെ 3 കേസ്. പിന്നെ നമുക്ക് ഒരിക്കലും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെയാ? V, L, D. M ആണ് നമുക്ക് ഏറ്റവും വലിയ വാല്യൂ, അതുകൊണ്ട് M-ന്റെ കേസിൽ സബ്ട്രാക്ഷൻ വരുന്നില്ല. വിയും എല്ലും ഡിയും നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് എഴുതാൻ പറ്റില്ല.
ഓക്കെ, അപ്പോ റോമൻ ന്യൂമറൽസിന്റെ റൂൾസ് നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്.